ഞങ്ങളെ റൂമിൽ ഇരുത്തി. ടീച്ചേഴ്സ് ഒരുപാട് വഴക്ക് പറഞ്ഞു. അവർ വന്നപ്പോൾ കണ്ട കാര്യങ്ങളും റൂമിൽ സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. ആ രാത്രി മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചോ എന്ന് തോന്നലായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നും ഓർക്കുന്നില്ലായിരുന്നു. എല്ലാവരും വിയർക്കാൻ തുടങ്ങി. പേടി കൂടി വന്നു. പെട്ടെന്ന് കറണ്ട് പോയി. ഞങ്ങൾ നിന്നിരുന്ന വാതിലിൽ ശക്തമായി ആരോ കൊട്ടി. എല്ലാവരും പരസ്പരം പറഞ്ഞു, ആരാ ഈ രാത്രി വാതിലിൽ കൊട്ടാൻ? മണി 2 ആയല്ലോ. നമ്മൾ എല്ലാവരും റൂമിൽ ഉണ്ടല്ലോ. പിന്നെ ആരാ അത്? ഞങ്ങൾ മൊബൈൽ ടോർച്ച് ഓൺ ആക്കി വാതിൽ തുറന്നു. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വലിയ ഒരു ഇടിവെട്ടി. ആ വെളിച്ചത്തിൽ കൊമ്പുകളും ചുമന്ന കണ്ണുകളോടെ കറുത്ത രൂപം ഞാൻ കണ്ടു. ഞാൻ ആ രൂപത്തിന് നേരെ കൈ ചൂണ്ടി അലറി. നോക്ക് അവിടെ, അവിടെ എന്തോ ഉണ്ട്. ഞാൻ കണ്ടതാ. ഒന്നുമില്ലടാ, നിനക്ക് തോന്നിയതാ. അവിടെ ഒന്നുമില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. പെട്ടെന്ന് കറണ്ട് വന്നു. എല്ലാവരുടെയും മുഖത്തും പേടി കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. മുറിയിൽ അവിടെ ഇവിടെ ആയി രക്തം തുള്ളി തുള്ളിയായി കിടക്കുന്നു. ഞാൻ പറഞ്ഞു, നോക്ക്, രക്തം ഇതെവിടെ നിന്ന് വന്നു? എല്ലാവരും പരസ്പരം നോക്കി. അപ്പോഴാണ് രഞ്ജിത്തിന് വീട്ടിൽ നിന്ന് കോൾ വന്നത്. രഞ്ജിത്ത് കോൾ എടുത്തു. എന്നാൽ അതിൽ നിന്ന് കേട്ടത് വളരെ അരോചകമായ രീതിയിൽ ഉള്ള ശബ്ദമായിരുന്നു. നിന്നെ ഞാൻ കൊണ്ടുപോകുകയാണ്, നിന്നിലൂടെ നിന്റെ കൂട്ടുകാരി. രഞ്ജിത്ത് ആകെ ഡിസ്റ്റർബ് ആയി. മൊബൈൽ വലിച്ചെറിഞ്ഞു. 2 കൈയും ചുരുട്ടി പിടിച്ചു. ഒരു പ്രാന്തനെ പോലെ മുകളിലേക്ക് നോക്കി അലറി. മുടിയിൽ പിടിച്ചു വലിച്ചു. അപ്പോഴാണ് അത് കാണുന്നത്. അവൻ നിന്നിരുന്ന സ്ഥലത്ത് രക്തം കാലിലൂടെ ഒഴുകിയിറങ്ങുന്നു. തിരിഞ്ഞപ്പോൾ അവന്റെ മുതുകിൽ ഏതോ വലിയ മൃഗം മാന്തിയിരിക്കുന്ന പോലെ കണ്ടു. അവന്റെ രക്തമാണ് മുറിക്കകത്ത് അവിടിവിടെ ആയി കണ്ടത്. പക്ഷേ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായത് അല്ലേ അവൻ? അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്, ഇവിടെ വെച്ചാണ്. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? രഞ്ജിത്തിന്റെ ശബ്ദം മാറാൻ തുടങ്ങി. ഉടുപ്പൊക്കെ വലിച്ചു കീറി. ദേഹമാകെ മാന്തി കീറി. അവന്റെ തലയ്ക്കകത്തു വലിയ ശബ്ദം കേൾക്കുന്നു. ആരൊക്കെയോ അലറുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ മനസ്സിന്റെ താളം തെറ്റി. അവന്റെ കണ്ണുകൾ ചുമന്നു. അവനെ ആരോ നിയന്ത്രിക്കുന്നത് പോലെ തോന്നി. അടുത്തിരുന്നു ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫോർക്ക് എടുത്ത് അവന്റെ തന്നെ കവിളിൽ കുത്തിക്കീറി. അവിടെ ഒരു ചിത്രം തൂക്കി ഇട്ടിരുന്നു. ഹാളിൽ തൂക്കി ഇട്ടിരുന്ന ചില്ലുകൊണ്ട് ഫ്രെയിം ചെയ്ത ചിത്രം എടുത്ത് തലയ്ക്കു അടിച്ചു. ആ ചിത്രത്തിലെ ചില്ല് പൊട്ടി നിലത്ത് വീണു. രഞ്ജിത്ത് ആ ചില്ലെടുത്തു അവന്റെ നെഞ്ചിൽ കുത്തി കീറാൻ തുടങ്ങി. ശ്രദ്ധിച്ചപ്പോൾ അവൻ കുപ്പിച്ചില്ലുകൊണ്ട് ദേഹത്തു എന്തോ എഴുതിയതുപോലെ തോന്നി. ഹാൾ മുഴുവൻ അവന്റെ ചോര കൊണ്ട് നിറഞ്ഞു. പാതി ബോധത്തിൽ അവൻ പറയുന്നുണ്ടായിരുന്നു, വേദന എടുക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ നിമിഷം തന്നെ അവൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ ഉറക്കെ പറഞ്ഞു, ആരെയും ഞാൻ വെറുതെ വിടില്ല. അവന്റെ സ്വഭാവം മാറിയത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സോണിയും ഹരിയും കൂടി രഞ്ജിത്തിന്റെ 2 കൈയും ഹാളിലെ തൂണുകളിൽ കെട്ടിയിട്ടു. സോണി കഴുത്തിൽ ഉണ്ടായിരുന്ന കൊന്ത പ്രാർത്ഥിച്ചു രഞ്ജിത്തിന്റെ കഴുത്തിലിട്ടു. കൊന്തമാല ഇട്ടപ്പോൾ രഞ്ജിത്തിന്റെ ശരീരം മൊത്തത്തിൽ പൊള്ളാൻ തുടങ്ങി. അവന്റെ ശരീരം പൊള്ളി ചുമന്നു. വേദനയിൽ രഞ്ജിത്ത് അലറിക്കൊണ്ട് പറഞ്ഞു, ആഹാ, ഇത് നീ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിക്കോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവനെയും കൊണ്ടുപോകും. നിന്നെയും കുടുംബത്തിലെ ഒരാളെ പോലും ഞാൻ ബാക്കി വയ്ക്കില്ല.